പലരും ചോദിക്കുന്നുണ്ട്, ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിന് ലഭ്യമായിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് എടുത്ത് വീതം വെച്ച ആളുകൾക്ക് വിതരണം ചെയ്താൽ പോരെ? അങ്ങനെ വീതം വെച്ച് വിതരണം ചെയ്യാൻ പാടുമോ? ഇവരുടെ വികാരം അതാണോ? സ്കാറ്റേഡായി പോകരുത് എന്നല്ലേ ഇവരുടെ അഭിപ്രായം? അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തതുപോലെ നഷ്ടപ്പെട്ടവരെല്ലാവരെയും കൂട്ടിച്ചേർക്കാവുന്ന ഒരൊറ്റ നഗരം എന്ന ആശയത്തിലേക്ക് ഗവൺമെൻറ് വരുന്നത്. ഈ ദുരന്തമുണ്ടായി ഉടനെ തന്നെ 15 ഏക്കറിൽ ഭൂമി ഇവിടെ ഉള്ളത് മുഴുവൻ 81 പ്രകാരമുള്ള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ എക്സംഷൻ ആയതുകൊണ്ട് ആ എക്സംഷനിൽ പെടും പ്രകാരമുള്ള ഭൂമികൾ തരം മാറ്റാൻ അനുവദിക്കാത്തത് കൊണ്ട് എസ്റ്റേറ്റുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. 25 എസ്റ്റേറ്റുകൾ കണ്ടു. 9 എണ്ണം ഭൗമശാസ്ത്ര സംഘം തന്നെ എത്തി സുരക്ഷിതമാണെന്ന് അറിയിച്ചു. ആ 9-ൽ ഇതിന് ഏറ്റവും അടുത്തുള്ള നെടുമ്പാലയും എൽസ്റ്റോണും ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ 3-ാം തീയതി ക്യാബിനറ്റ് അത് ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4-ാം തീയതി ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറങ്ങി. ആ ഗവൺമെൻറ് ഉത്തരവ് അന്ന് മുതൽ നടപ്പിലാക്കപ്പെടാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് വീടിൻ്റെ താക്കോല് കൊടുത്ത് ആദ്യ വർഷത്തെ ദുഃഖത്തിനിടയിലും പാല് കാച്ചിയ മധുരം നുണയാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. വ്യവഹാരത്തിലേക്ക് പോയി. എന്തായിരുന്നു വ്യവഹാരം? ആ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല. ആ വിഷയം ഡിസംബർ 27 വരെ കോടതി വ്യവഹാരം നടത്തി. ഡിസംബർ 27 വ്യവഹാരം തീരും വരെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത വിധ സ്റ്റോപ്പ് മെമ്മോ നടത്തി. എന്നിട്ട് കോടതി തീരുമാനിച്ചെന്താ? ആ കോടതി തീരുമാനിച്ചു, ദുരന്ത നിവാരണ ആക്ട് പ്രകാരം സർക്കാർ ഏറ്റെടുത്ത ഒക്ടോബർ 4-ൻ്റെ നടപടി പൂർണ്ണമായും ശരിയാണ്. അങ്ങനെ അവിടേക്ക് പ്രവേശിച്ച് കോടതി പറയപ്പെട്ട പ്രകാരം നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ പറഞ്ഞു. നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേ, ജിയോഗ്രഫിക്കൽ സർവേ, ഫിസിക്കൽ സർവേ എല്ലാം നടത്തി പ്ലാൻ ഉണ്ടാക്കി. മാർച്ച് 27-ന് തറക്കല്ലിട്ടു. അപ്പോഴും ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കോടതി അനുവദിച്ചില്ല. നഷ്ടപരിഹാര തുക കോടതി കൂടി പറഞ്ഞതനുസരിച്ച് നിശ്ചയിക്കണം. കോടതി നിശ്ചയിച്ചു. 45 കോടിയോളം വരുന്ന തുക 2 ഘട്ടങ്ങളിലായി. ഒക്ടോബർ 11-ന് കോടതി വിധി വന്ന് 5 മണിക്കൂറിനുള്ളിൽ ഈ ട്രഷറിയിലൂടെ രാത്രി വൈകിയാണെങ്കിലും ആ തുക കെട്ടിവെച്ച് ആഗസ്റ്റ് 11-ന് വിധി വന്ന് അർദ്ധരാത്രിയിൽ ഭൂമി ഏറ്റെടുത്തു. പിന്നെ ഏപ്രിൽ 11-ന് അർദ്ധരാത്രിയിൽ ഭൂമി ഏറ്റെടുത്തു. വിഷുവിൻ്റെ തലേദിവസം ഏപ്രിൽ 13-ാം തീയതി നിർമ്മാണം ആരംഭിച്ചു. 5 സോണുകളിലായിട്ടാണ് 410 വീട് വരേണ്ടത്. 4 സോണുകളിൽ ഒരേ സമയം നിർമ്മാണം ആരംഭിച്ചു. 3.5 മാസം അതിവേഗമാണ് കടന്നുപോയത്. മഴയ്ക്കിടയിലും ഒരു മോഡൽ വീട് നിർമ്മിച്ചു. അതിനെ ചൂണ്ടിക്കാണിച്ച് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്, ഒറ്റ വീടേ നിർമ്മിക്കാനായുള്ളൂ. ഒറ്റ വീട് നിർമ്മിക്കലല്ല, അതൊരു മോഡൽ വീട് ഉണ്ടാക്കിയതാണ് പബ്ലിക് പ്രദർശനത്തിന് വേണ്ടി. ഇങ്ങനെയാണ് വീട് എന്ന് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടി. അതേസമയം 4 സോണുകളിൽ ഭൂമി നിരപ്പാക്കൽ, ഭൂമിയുടെ അടയാളപ്പെടുത്തൽ, കുറ്റിയടിക്കൽ, PCCക്ക് വേണ്ടി കുഴിയടക്കൽ, എടുക്കൽ, അങ്ങനെ തുടങ്ങി സമാന്തരമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്.